ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ്റെ 2 സിനിമകളുടെ പ്രഖ്യാപനങ്ങളാണല്ലോ ഇന്നും ഇന്നലെയുമായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ഇന്നലെ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ പുറത്തു വന്ന അനൂപ് മേനോന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ പ്രഖ്യാപനത്തോടെ ലാലേട്ടൻ്റെ സമീപകാലത്തെ ഒരു സിനിമയുടെയും ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് ശേഷം കാണാത്ത ലെവൽ റെസ്പോൺസ് ആയിരുന്നല്ലോ നമുക്ക് കണ്ടത്. പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നില്ല, നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ലാലേട്ടൻ്റെ ആരാധകരിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. നിലവിൽ നല്ല സമയത്തിലൂടെ കടന്നു പോകുന്ന നല്ല സിനിമകൾ ലൈനപ്പിലുള്ള ലാലേട്ടൻ അനൂപ് മേനോൻ സിനിമ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മറ്റൊരുപാട് പുതിയ മികച്ച സംവിധായകരെല്ലാം തന്നെ ലാലേട്ടന്റെ ഡേറ്റിനായിട്ട് കാത്തു നിൽക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയ അനൂപ് മേനോന് എന്തിനാ ലാലേട്ടൻ ഡേറ്റ് കൊടുത്തു തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താതെ, ടൈറ്റിൽ പ്രഖ്യാപനം വരാതെ, ടീസറും ട്രെയിലറും ഒന്നും തന്നെ വരാതെ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും വരാതെ വെറുമൊരു പ്രഖ്യാപനം മാത്രം വന്നപ്പോൾ അനൂപ് മേനോൻ സിനിമയുടെ ആ ഒരു പ്രോജക്റ്റിന് ഇത്രയധികം ഹെയ്റ്റ് നൽകേണ്ടതുണ്ടോ എന്നത് വ്യക്തിപരമായ ഒരു സംശയം തന്നെയാണ്. വലിയ പ്രതീക്ഷകൾ ഈ പ്രോജക്റ്റിൽ ഇല്ലെങ്കിൽ പോലും ഇത്രയധികം ഹെയ്റ്റ് ഈ ഒരു കോംബോ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്തായാലും അനൂപ് മേനോൻ പ്രോജക്റ്റിലൂടെ ഡൗൺ ആയ ആരാധകർക്ക് മുന്നിലേക്ക് ലാലേട്ടൻ ആവേശകരമായ അപ്ഡേറ്റ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ പുറത്തുവിട്ടത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു അനൂപ് മേനോൻ സിനിമയുടെ പ്രഖ്യാപനം വന്നതെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് ദൃശ്യം 3 എന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ലാലേട്ടൻ നായകനെത്തുന്ന ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 എന്ന സിനിമ കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലാലേട്ടൻ ഒഫീഷ്യലായിട്ട് അറിയിച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ അത് സോഷ്യൽ മീഡിയയിൽ പാൻ ഇന്ത്യൻ ലെവൽ തരംഗമാകുന്ന ഒരു കാഴ്ചയും നാം കണ്ടു കഴിഞ്ഞതാണ്. അങ്ങനെ ഒരൽപ്പം ഡൗൺ ആയ ആരാധകരെ തികച്ചും ആവേശത്തിലാഴ്ത്താനായിട്ട് ലാലേട്ടിന് കഴിഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായി 2 ദിവസങ്ങളിൽ ലാലേട്ടന്റെ പുതിയ സിനിമകളുടെ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ഇനിയും കൂടുതൽ പ്രഖ്യാപനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നേരത്തെ ജനുവരി 26 തീയതി ആശീർവാദിന്റെ വാർഷിക ദിനത്തിൽ 5ഓളം ലാലേട്ടൻ സിനിമകളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. അവയിൽ ഒരു സിനിമയുടെ പ്രഖ്യാപനം ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പ്രോജക്റ്റുകളുടെ പ്രഖ്യാപനങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ഒരു അപ്ഡേറ്റ് കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണെങ്കിൽ, ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഓഗസ്റ്റ് മാസം തുടങ്ങാനായിട്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഗോകുല മൂവീസ് എന്ന വമ്പൻ പ്രൊഡക്ഷൻ ഹൗസ് സിനിമ നിർമ്മിക്കുമെന്നായിരുന്നല്ലോ നേരത്തെ റിപ്പോർട്ട് ഉണ്ടായത്. എന്നാൽ ഇപ്പോഴത്തെ ഗോകുലം ഗോപാൽ എന്ന സിനിമയിൽ നിന്നും പിന്മാറി എന്ന തരത്തിലുള്ള റൂമേഴ്സാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഗോകുലം മൂവീസിന് പകരം ആശീർവാദ സിനിമാസ് സിനിമ ഏറ്റെടുത്തേക്കും എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഗോകുല മൂവീസ് എന്തുകൊണ്ട് പിന്മാറി എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു പക്ഷേ അവർക്ക് വലിയ സിനിമകൾ കത്തനാർ, ബബ്ബ, ഒപ്പം തന്നെ ഒറ്റക്കൊമ്പൻ ഉൾപ്പെടെയുള്ള വമ്പൻ സിനിമകൾ കയ്യിലിരിക്കുന്നത് കൊണ്ടും സമീപകാലത്ത് ചില വിതരണം ചെയ്ത സിനിമകളടക്കം പരാജയമായതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ സിനിമയിൽ നിന്ന് പിന്മാറിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ സ്ഥിരീകരണം ഇനിയും ആവശ്യമാണ്. ആശീർവാദ സിനിമാസ് സിനിമ ഏറ്റെടുക്കുകയാണെങ്കിൽ എമ്പുരാന് ശേഷമുള്ള ആശീർവാദ സിനിമാസിന്റെ അടുത്ത വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയായിട്ട് ജിത്തു മാധവൻ സിനിമ മാറുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.